ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബി.ജെ.പി. മിക്ക പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ എംപിയായിരുന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഇതിനിടയിൽ ആരോഗ്യ കാരണങ്ങൾ സൂചിപ്പിച്ച് സോണിയ റായ്ബറേലിയിലുള്ളവർക്ക് വികാരനിർഭരമായ കുറിപ്പെഴുതിയത് ശ്രദ്ധേയമായിരുന്നു. അതേസമയം രാജ്യസഭാ എംപിമാരിൽ ചിലരെ വീണ്ടും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ച ബി.ജെ.പി. 7 കേന്ദ്രമന്ത്രിമാരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, ജെ.പി. നദ്ദ തുടങ്ങി മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. മാറ്റി നിർത്തിയവരുടെ കൂട്ടത്തിൽ മലയാളിയായ വി മുരളീധരനുമുണ്ട്. എന്തുകൊണ്ടാണ് ബി.ജെ.പി. ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? ഇത് ബി.ജെ.പിക്കുള്ളിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട്. ഇനി ആരൊക്കെ രാജിവെച്ച് പോകുമെന്നതേ അറിയുവാനുള്ളൂ. അതേസമയം തന്നെ ഇവർ ഏപ്രിലിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടും. പരിസ്ഥിതി മന്ത്രി ഭൂപീന്ദർ യാദവ്, ഫിഷറീസ് മന്ത്രി പർഷോത്തം രൂപാല, ചെറുകിട സംരംഭക മന്ത്രി നാരായൺ റാണെ എന്നിവരും ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കില്ല. ഇവരെല്ലാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വേണ്ടി കളത്തിലിറങ്ങുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മുതിർന്നവരെ മത്സരിപ്പിച്ച് നേട്ടം കൊയ്യുക എന്ന തന്ത്രമാണ് ബി.ജെ.പി. ഇവിടെ ആലോചിക്കുന്നത്. ഒഡീഷ സ്വദേശിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം ഒഡീഷയിലെ സംഭൽപൂർ, ദേഗ്നാൽ എന്നീ മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് സാധ്യത. ഭൂപീന്ദർ യാദവ് രാജസ്ഥാനിലെ അൽവാറിലോ മഹേന്ദ്രഗഡിലോ മത്സരിക്കും. രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിലെ ഏതെങ്കിലും സീറ്റിലാകും മത്സരിക്കുക. മാണ്ഡവ്യ ഗുജറാത്തിലെ ഭാവ്നഗറിൽ ജനവിധി തേടിയേക്കും. രൂപാല രാജ്കോട്ടിൽ മത്സരിക്കാനാണ് സാധ്യത. വി മുരളീധരൻ കേരളത്തിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലോ തിരുവനന്തപുരം മണ്ഡലത്തിലോ മത്സരിച്ചേക്കും. കേരളത്തിൽ ബി.ജെ.പി. വളരെ പ്രതീക്ഷ പുലർത്തുന്ന 2 മണ്ഡലങ്ങളാണിത്. കൂടാതെ പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളും ബി.ജെ.പി. പ്രതീക്ഷയോടെയാണ് ഇറങ്ങുന്നത്. രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിച്ചാൽ വയനാട് മണ്ഡലം BDJS-ൽ നിന്ന് ബി.ജെ.പി. ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിൽ ചേർന്ന മുതിർന്ന നേതാക്കൾക്ക് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാൻ നേതൃത്വം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ ചില പുതുമുഖങ്ങളെയും പരീക്ഷിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യവും ബി.ജെ.പിക്കുണ്ട്. വരുന്ന ഏപ്രിലിൽ 56 രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ ബി.ജെ.പി. വെച്ച് പുലർത്തുന്നത്. കഴിഞ്ഞ കുറച്ച് തവണകളായി തിരുവനന്തപുരത്ത് ബി.ജെ.പി. വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇത്തവണ അത് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരത്തിന് പുറമെ തൃശൂരിലും ഇത്തവണ പാർട്ടി വിജയം ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അമിത പ്രതീക്ഷ വെക്കുമ്പോഴും കേരളത്തിൽ ഇത്തവണയും ബി.ജെ.പി. നിരാശരാകേണ്ടി വരുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ അഭിപ്രായപ്പെടുന്നത്. ഈ വാർത്ത ചെറിയ തോതിൽ ബി.ജെ.പിയെ ബാധിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം തന്നെ പറയാം.